ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് കോഴീനൊക്കെ വാങ്ങിയിട്ട് വളർത്തി മാസം ചെറിയ രീതിയിലൊരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയിരിക്കും? ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? പക്ഷേ ഈ പറയുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. നമ്മൾ വൃത്തിക്ക് കോഴീനെ വളർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം ഉണ്ടാവും. അതുപോലെ തന്നെ ആ മുട്ട നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വരുമാനം കിട്ടും. പക്ഷേ പല ആൾക്കാർ ഫെയിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക കൃത്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്നത് കോഴി വളർത്താൻ നഷ്ടമായിരിക്കും, ലാഭത്തിലല്ല, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ നിങ്ങളെ നല്ലതിനും കോഴികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കോഴികളെ നിങ്ങൾക്ക് എത്തിച്ചേരും. എവിടെ മീൻസ് NH ഹൈവേ മാത്രമായിരിക്കും ഡെലിവറി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ കോഴികൾ വളർത്തുമ്പോൾ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുന്ന തീറ്റ കൊടുത്തിട്ട് വളർത്താനാണോ, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് കുറേ ഈ അടുക്കള വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതും തീറ്റയൊക്കെ അത് മുട്ടത്തീറ്റയൊക്കെ കൊടുത്ത് വളർത്താൻ വേണ്ടിയിട്ടാണോ? ആദ്യം നമുക്ക് അതിന് നല്ലൊരു ഇതുണ്ടായിരിക്കണം, എന്താ പറയുക, ഒരു ക്ലാരിറ്റി വേണം അതിൽ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഏതെങ്കിലും കോഴീനെ വളർത്തിയിട്ട് അവസാനം അതിൻ്റെ അടുക്കുന്ന പ്രതീക്ഷിച്ച മുട്ട കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഈ BV380 പോലത്തെ കോഴിനൊക്കെ വാങ്ങിയിട്ട് അതിന് ചിലപ്പം നമ്മളെന്താ പറയുക ഇളക്കി വിട്ട് വളർത്തുമ്പോൾ അതിന് ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങുന്നുണ്ടാവും. കോഴീനെ 300 മുട്ട കിട്ടും, കൊല്ലത്തിൽ 300 മുട്ട കിട്ടും എന്നുള്ള ഒരു ഇതിലായിരിക്കും വാങ്ങുന്നുണ്ടാവുക. ആ ഒരു ആഡ് കണ്ടിട്ടായിരിക്കും വാങ്ങുന്നുണ്ടാവുക. പക്ഷെ അവർ ചെയ്യുന്നത് എന്തായിരിക്കും? അതായത് ഈ ഇളക്കി വിട്ട് വളർത്തി അല്ലെങ്കിൽ കേജിലാണെങ്കിലും നമ്മൾ ഈ മുട്ടത്തീറ്റയ്ക്ക് പകരം അരിയും ഗോതമ്പും പിന്നെ കുറച്ച് മുട്ടത്തീറ്റയെല്ലാം മിക്സായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 300 പോയിട്ട് അവിടെ ഒരു 200 മുട്ട പോലും ശരിക്കും കിട്ടൂല. അപ്പോൾ അന്നേരം അവർ പറയും ഇത് ശരിയില്ല, കോഴി വളർത്തൽ ശരിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഈ സെയിം BV380 കൊണ്ടുപോയിട്ട് കണ്ടമാനം തീറ്റ അങ്ങ് കൊടുക്കും. ഈ കണ്ടമാനം തീറ്റ എത്ര കൊടുത്തു കഴിഞ്ഞാൽ ഇവരെന്ന് വെച്ചാൽ നല്ലോണം തിന്നു. ഒരു കോഴിക്ക് ഒരു ദിവസം ഒരു 110 ഗ്രാം, ഈ BV380 കറക്റ്റ് കണക്കാണ്, മുട്ടത്തീറ്റ മുട്ടയിടുന്ന കോഴിക്ക് ഒരു ദിവസം 110 ഗ്രാം വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ കോഴി വളർത്തൽ എന്താ പറയണ്ടേ നഷ്ടമില്ല രീതിയിലേക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. നേരെ മറിച്ച് ഈ കോഴികൾക്ക് നമ്മൾ 110 ഗ്രാമിന് പകരം 120, 130, 140 ഗ്രാം വെച്ചിട്ട് ഒരളവൊന്നും ഉണ്ടല്ലോ, സുമാറിട്ടങ്ങ് കൊടുക്കുകയ്യ. അങ്ങനെ കൊടുത്ത് അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ ചിലവ് ഒത്തിരി അങ്ങ് കയറും. ഈ മുട്ട ഇതും കൂടി നമുക്ക് അവസാനം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് ഈ ആൾക്കാർ പറയുന്നത് ഇത് തന്നെയായിരിക്കും, കോഴി വളർത്തൽ നഷ്ടമാണ്. കോഴി വളർത്തൽ തീറ്റ കൃത്യമായിട്ട് അളന്ന് മുറിച്ച് കൊടുത്താൽ മാത്രമേ നമുക്കിത് എപ്പോഴും ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ നമ്മൾ ഈ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ നല്ല അടിപൊളി കോഴിയിനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ അധികം ആൾക്കാർ ഇപ്പം വാങ്ങുന്നത് ഒന്ന് മെയിനായിട്ട് BV380 ഉണ്ട്, പിന്നെ നമ്മളെ ഗ്രാമശ്രീ ഉണ്ട്, കൈരളി, സൊണാലി, പിന്നെ അത് കൂടാതെ വേറെയും കുറേ ഇനങ്ങളുണ്ട്, റെയിൻബോ റൂസ്റ്റർ ഉണ്ട്. പിന്നെ എല്ലാ ബ്രീഡും എനിക്ക് എന്ന് പറയണ്ടേ കൃത്യമായിട്ട് അവിടെ പറയുന്നില്ല. നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് BV380, ഗ്രാമശ്രീ, സൊണാലി, പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് വിഗോവയും നാടൻ താറാവൊക്കെ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഈ വീഡിയോ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇപ്പോൾ ഈ നിലവിലൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. ഇതിപ്പോൾ ഇന്ന് നിലവിലുള്ള സ്റ്റോക്കാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾക്ക് ഏതാണോ സ്റ്റോക്ക് ഉള്ളത് അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങാം. പക്ഷേ ആദ്യം നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾക്കൊരു കോഴിയെ വാങ്ങുമ്പോൾ വളർത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത്? ഇളക്കിയിട്ട് വളർത്താനാണോ, കേജിലാണോ, ഏത് തരം തീറ്റയാണ്, എങ്ങനെയാണ് തീറ്റ കൊടുക്കാൻ നോക്കുന്നത്? ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് അതിനൊരു ഉത്തരം കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നമ്മൾ തരുന്നതായിരിക്കും, ഏത് കോഴീനെ സെലക്ട് ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അതിന് ശേഷം സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോഴീനെ സെയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾ കേരള NH ഹൈവേ ഡെലിവറി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ ഈ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മിക്കവാറും നിങ്ങൾക്ക് കോഴിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ഓട്ടോ മെസ്സേജ് വരുന്നതായിരിക്കും. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എത്ര മാസം പ്രായതാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചാലും മതി. വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ എത്ര കോഴിയാണോ വേണ്ടത് അതിൻ്റെ കോഴിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ആദ്യം ചെയ്യണം. ചെയ്തിട്ട് 2-3 ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പം ഇടുക്കി അതുപോലെ തന്നെ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ആഴ്ചയിൽ ചിലപ്പോൾ 1-2 റൂട്ടൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ നമുക്കൊരു ഡെലിവറി ടൈം നിങ്ങൾ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ ഡെലിവറി ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ 5-6 ദിവസമൊക്കെ എടുക്കും, ചിലപ്പോൾ അതിന് മേലോട്ടും എടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി കണ്ട് സഹകരിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ അടുക്കുന്ന ഇപ്പോൾ കോഴിയെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നാമത് കാര്യം എന്നുള്ളത്. അപ്പം നമ്മുടെ അടുക്കുന്ന ഇപ്പോൾ നിങ്ങൾ കോഴിയെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സമയമുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതായത് ഇപ്പം നമ്മുടെ അടുക്കുന്ന ഒരു കോഴിയെ വാങ്ങി നിങ്ങളെ അവിടെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കോഴികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ അതിൻ്റെ ഒരു നിങ്ങളെ സ്ഥാനം, അതായത് കോഴിയെ നിങ്ങൾ വീട്ടിൽ നിന്ന് ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കുക. ആ വീഡിയോ തിരിച്ച് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബോധ്യമാണ് നമ്മൾ അയച്ചു തന്ന കോഴി തന്നെയാണെന്ന്. വെറുതെ കോഴി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. സെയിം ബോക്സ് സെയിം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര കോഴിയാണ് ചത്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുള്ളത്, മെയിനായിട്ട് നമ്മൾ ചത്തതിനാണ് റീഫണ്ട് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അത് സത്യസന്ധമായ കാര്യമാണെങ്കിൽ മാത്രം. ഓക്കെ. പിന്നെ നിങ്ങൾ ഇപ്പോൾ കോഴിയെ വളർത്തുമ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ടുണ്ട്, ഏത് തീറ്റ കൊടുക്കണം, എങ്ങനെ, എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഏത് സമയം കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞു തരും. അഥവാ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടർമാരോടോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ NH ഹൈവേ ഡെലിവറി ആയിരിക്കും, ഹോം ഡെലിവറി ഉണ്ടാവില്ല. അപ്പോൾ ഡെലിവറി ചാർജ് ആദ്യമൊക്കെ 300 ആയിരുന്നു. ഇപ്പം 300 വളരെ കുറവാണ്. അതായത് വണ്ടിക്കാർ ഇപ്പം മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 350-400 ഇപ്പോൾ എടുക്കുന്നത്. ചെറിയ ബോക്സ് ആണെങ്കിലാണ് എനിക്ക് തോന്നുന്നൊരു 300 രൂപയ്ക്ക് പരിപാടി നടക്കുക. അല്ലെങ്കിൽ ഡെലിവറി ചാർജ് ആയിട്ട് ഇപ്പം അധികം വണ്ടിക്കാർ ഇപ്പം 400 മാറ്റിയിട്ടുണ്ട്. പിന്നെ ഡെലിവറീൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇപ്പം ഇന്ന് ബുക്ക് ചെയ്ത് നമ്മൾ നാളെയാണ് കോഴി അയക്കുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് ടോക്കൺ നമ്പറും നമ്മുടെ ഡെലിവറി വണ്ടി ഇടുന്ന ഡ്രൈവർ നമ്പറൊക്കെ അയച്ചു തരും. അപ്പോൾ പിന്നെ നിങ്ങൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ കോഴിയെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വണ്ടിക്ക് നമ്മുടെ സ്വന്തം വണ്ടിയല്ല, പെറ്റ് സർവീസ് വണ്ടി ഉണ്ടാവുമല്ലോ. മല്ലനും മാധവനും സഹജീവി പിന്നെ ഡൈമോറ അങ്ങനത്തെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ അതിലായിരിക്കും നമ്മൾ അയക്കുക. ഓക്കെ. അപ്പോൾ അത് നിങ്ങളും വണ്ടിക്കാരായിട്ട് പിന്നെ ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ പല ആൾക്കാർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കോഴികളെ സെലക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ ഗ്രാമശ്രീ അല്ലെ BV380 വേണോ, കൈരളി വേണോ, സൊണാലി വേണോ, എന്നാലും ഞാൻ ജസ്റ്റ് ചെറിയൊരു ഐഡിയ ഇവിടെ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഇളക്കി വിട്ട് വളർത്തുന്നൊക്കെ ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഗ്രാമശ്രീ അല്ലെങ്കിൽ കൈരളി, സൊണാലി ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നാടൻ കോഴി നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല, ഇത് മുട്ടക്കോഴിൻ്റെ മാത്രമേ ഇവിടെ പറയുന്നത് കേട്ടോ. നാടൻ കോഴി നമ്മുടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നാടൻ കോഴി നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ഓക്കെ. പക്ഷേ അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. ഈ മുട്ടക്കോഴികൾ നമ്മുടെ ഈ പറഞ്ഞ ഗ്രാമശ്രീ, കൈരളി, BV380, സൊണാലിയൊക്കെ എങ്ങനെയാലും അധികം സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇളക്കി വിട്ട് വളർത്തുന്നെങ്കിൽ ഈ ഗ്രാമശ്രീ, നമ്മളെ കൈരളി, സൊണാലി ആ ഒരു ബ്രീഡിനെ സെലക്ട് ചെയ്യുക. അവർക്ക് എന്ത് തീറ്റ വണ്ടിക്കും കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കേജ് സിസ്റ്റത്തിൽ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം വേണമെന്നുണ്ടെങ്കിൽ BV380 ആണ് ഏറ്റവും നല്ലത്. BV380 ഒരു വർഷത്തിലൊരു 300ഓളം മുട്ട ഉൽപ്പാദനം ഉണ്ടാവും. 300-320 പറയുന്നുണ്ട്. എന്നാൽ നമുക്കൊരു ആവറേജ് 300 മുട്ട പ്രതീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ സപ്ലൈ ചെയ്യണം, പിന്നെ നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് BV380 ബ്രീഡാണ്. ഓക്കെ. ഇവർക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന തീറ്റ ഒരു ദിവസം 110 ഗ്രാം വെച്ച് മുട്ടയിടുന്ന കോഴിക്കാണ് പറയുന്നത്. ഒരു ദിവസം 110 ഗ്രാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുട്ട ഉൽപ്പാദനം ഉണ്ടാകും. ഇപ്പം നമ്മളൊരു 100 കോഴിയുള്ളൊരു കൂടാണെങ്കിൽ, BV380 കൂടാണെങ്കിൽ അതിൽ പെട മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പൂവന വെക്കേണ്ട ആവശ്യമില്ല. പൂവനുണ്ടെങ്കിൽ അറക്കാൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പെട മാത്രം വെക്കുക. അപ്പോൾ പെടേനെ വെച്ചിട്ട് നമുക്കൊരു 100 കോഴി ഉണ്ടെങ്കിൽ നമുക്കൊരു 70-75 മുട്ട ഡെയിലി ആയിരുന്നു കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡെയിലി 110 ഗ്രാം തീറ്റ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും ലാഭത്തിലേക്കേ പോവുള്ളൂ, ഒരിക്കലും നഷ്ടത്തിലേക്ക് വരില്ല. ഈ നഷ്ടത്തിലേക്ക് വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികം എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെ വന്ന് കൂട് കാലിയായിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് വലിയ നഷ്ടം വരിക. അതിപ്പോൾ ഏത് ബിസിനസ് ആയിക്കഴിഞ്ഞാലും നഷ്ടം, റിസ്ക് ഇല്ലാത്തൊരു ബിസിനസ് ഉണ്ടാവില്ല, അതിപ്പോൾ എന്തായിക്കഴിഞ്ഞാലും. പിന്നെ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ യുവകർഷകൻ്റെ പേരിൽ നമുക്ക് ഒരു വാട്സപ്പ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റ ID പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.